ഈ ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ തൊട്ടടുത്ത കൺട്രി ആയിട്ടുള്ള മ്യാൻമറിൽ നടന്ന എർത്ത്ക്വേക്കിന്റെ വിഷ്വൽസ് ആണ്. എങ്ങനെയാണ് ഈ ഭൂകമ്പം അഥവാ എർത്ത്ക്വേക്ക് ഉണ്ടാവുന്നത്? നമുക്ക് നോക്കാം. ഭൂമിയുടെ ഔട്ടർ ലെയർ ഒരുപാട് ഹ്യൂജ് പീസസ് ആയിട്ടാണ് ഉള്ളത്. ഇവ തമ്മിൽ മൂവ് ചെയ്യുന്ന സമയത്ത് കോണ്ടാക്റ്റിൽ വരികയും ഫ്രിക്ഷനും പ്രഷറും ബിൽഡ് ചെയ്യുകയും ലാർജ് എമൗണ്ട് ഓഫ് എനർജി സീസ്മിക് വേവ്സ് ആയിട്ട് റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിലൂടെയാണ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള എർത്ത്ക്വേക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എർത്ത്ക്വേക്കിന്റെ തീവ്രത മെഷർ ചെയ്യുന്നത് റിക്ടർ സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ്. അതിലെ വാല്യൂ 3ൽ താഴെയാണെങ്കിൽ ചെറിയ എർത്ത്ക്വേക്ക് ആണ്, 5 ആണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള എർത്ത്ക്വേക്ക് ആണ്. ഇനി മ്യാൻമറിലൊക്കെ നടന്നതുപോലെ 7ൽ കൂടുതലാണെങ്കിൽ വളരെയധികം ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന എർത്ത്ക്വേക്ക് ആണ്. മില്യൺസ് ഓഫ് എർത്ത്ക്വേക്സ് ഓരോ വർഷവും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്. പക്ഷേ ഇത് നമുക്ക് തടയാൻ കഴിയില്ല. പ്രതിരോധിക്കാൻ വേണ്ടി പുതിയ കൺസ്ട്രക്ഷൻ മെത്തേഡുകളൊക്കെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇന്നേ വരെ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ എർത്ത്ക്വേക്ക് 1960 സൗത്ത് അമേരിക്കയിൽ 9.5 മാഗ്നിറ്റ്യൂഡോട് കൂടിയാണ് സംഭവിച്ചിട്ടുള്ളത്. അത് ഏത് കൺട്രി ആണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ബിലോ.